ഐറ്റം വേറെയുടെ വേദിയിൽ വീണ്ടും ഇനി മിമിക്രി മഹോത്സവത്തിനുള്ള സമയമാണ്. അപ്പൊ എങ്ങനെ കുറച്ച് മിമിക്രി നമ്മൾ കാണുകയല്ലേ, കേൾക്കല്ലേ? നല്ലൊരു കിഡിലൻ കലാകാരനാണ് ഇപ്രാവശ്യം ഇവിടെ വന്നിട്ടുള്ളത്. അദ്ദേഹത്തെ നമ്മൾ ആക്ച്വലി കോഴിക്കോട് നടത്തിയ പ്രാദേശിക ഓഡിഷനിൽ നിന്നും സെലക്ട് ചെയ്തിട്ടുള്ളതാണ്. നല്ല ഗംഭീര പെർഫോമൻസ് ആണ്. നല്ലൊരു കൈയടി കൊടുത്താൽ ഞാൻ അദ്ദേഹത്തെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം അജേഷ് മൺവിള. ഹലോ അജേഷ്, നമസ്കാരം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി ദ ഐറ്റം വേറെ. എവിടെയാണ് സ്ഥലം? എന്റെ സ്ഥലം തിരുവനന്തപുരം, കഴക്കൂട്ടത്തിനടുത്ത് മൺവിള. തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട് വന്ന ഒരാൾ ഓഡിഷൻ ചെയ്യുന്നു, സെലക്ട് ആവുന്നു, ഇത്രയും ദൂരം ട്രാവൽ ചെയ്തു. എനിക്ക് ഈ ഐറ്റം വേറെ ഷോയിൽ കയറണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ കോഴിക്കോട് ഓഡിഷൻ വെച്ചപ്പം പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ കോഴിക്കോട് വണ്ടി പിടിച്ച് കോഴിക്കോടേക്ക്. അപ്പൊ എന്തായാലും ആ ഒരു യാത്ര വെറുതെ ആയില്ല അല്ലേ? അതെ. ഓക്കെ. അജേഷ് വർക്ക് ചെയ്യുന്നതാണോ അതോ ഫുൾ ടൈം ആർട്ടിസ്റ്റ് ആണോ? അല്ല, വർക്ക് ചെയ്യുന്നുണ്ട്. ഫ്രീലാൻസ് ഗ്രാഫിക് ഡിസൈനിങ് ചെയ്യുന്നുണ്ട്, പിന്നെ ഷോസ് പോകും. അടിപൊളി അടിപൊളി. അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയണ്ട, നമുക്ക് ആദ്യത്തെ ഐറ്റം എടുക്കാം അല്ലേ? ആദ്യത്തെ ഐറ്റം ആദ്യമായിട്ട് നമ്മുടെ ടിനിച്ചേട്ടന്റെ വോയിസ്, ടിനിച്ചേട്ടന്റെ ജഡ്ജ്മെന്റ് വോയിസ് ആണ്. പ്രമോദ് ഉള്ളിനാടിനെ കാണുമ്പോൾ ഒരു മനുഷ്യനായിട്ടാണ് ഫീൽ ചെയ്യുന്നത്, ഒരു സ്റ്റാർ ആയിട്ടല്ല. അതാണ് സിനിമയുടെ ഗുണം. പ്രമോദ് ഉള്ളിനാട് വരുന്നത് ജീവിക്കാനാണ്. താങ്കളുടെ പാട്ടിനെ കുറിച്ച് പറഞ്ഞ നിങ്ങൾ പാടുന്ന വരിയിലാണ് നമുക്ക് നമ്പരുള്ളത്. മിഥുനൊക്കെ കറക്റ്റ് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഒരുപാട് പ്രവാസികളുടെ അടുത്തേക്കുന്ന ആളാണ് പ്രമോദ് ഉള്ളിനാട്. എത്ര കാലം ഇവിടെ ഉണ്ടോ അത്രയും കാലവും കലാരംഗത്തേനും ഉണ്ടാവും, അതിൽ യാതൊരു സംശയവും. സൂപ്പർ. അടുത്ത ഐറ്റം ചേട്ടാ. അടുത്ത നമ്മുടെ ഗണേഷ് കുമാർ സാറിന്റെ ഒരു ശബ്ദം. ഈ അരിക്കൊമ്പൻ എന്ന് പറയുന്ന ആന ഇവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞ് അടക്കുകയാണെങ്കിൽ നമ്മളെങ്ങനെ മക്കളെ പള്ളുകൊടുത്തി വിടും? എന്ത് സമാധാനത്തിരിക്കും വീട്ടുകാർ? അല്ല, ഇത് പറയുന്നവർക്കും ഇല്ലയോ വീട്ടിൽ മക്കളൊക്കെ? ഞാനിങ്ങ് ടൗണിലാണ് താമസിക്കുന്നേ, എൻ്റെ മക്കളെ ആന ചവിട്ടി കൊല്ലത്തില്ല എന്ന് പറയുന്ന മര്യാദകരൊട്ടും ശരിയല്ല. സൂപ്പർ, അടിപൊളി. നെക്സ്റ്റ് വൺ. അടുത്ത നമുക്ക് പ്രാസംഗികനും MP ആയിട്ടുള്ള സമദാനി സാറിന്റെ ശബ്ദം ഒന്ന് ട്രൈ ചെയ്യാം. ഇതറിവിന്റെ സദസ്സല്ല, അങ്ങനെ അറിവുള്ളവരവൻ ഇവിടെ സംസാരിക്കുന്നില്ല. ഇതൊരു പ്രഭാഷണത്തിന്റെ കേമത്വമുള്ള സദസ്സുമല്ല. പിന്നെയോ നമ്മുടെ ഹൃദയങ്ങൾ തേടുന്ന എന്തോന്ന്, നമ്മുടെ മനസ്സുകൾ ആഗ്രഹിക്കുന്ന എന്തോന്ന്, സ്നേഹത്തിന്റെ അനുമാന സ്പന്ദനം, സ്വന്തം ഹൃദയത്തിലേക്കുള്ള തീർത്ഥയാത്രയുടെ മധ്യത്തിലൂടെ ഒരിക്കലൂടെ തന്നെ അറിയാവുന്ന അഭിനിവേശത്തിന്റെ പ്രതിഫലനം. അതിനുവേണ്ടി നാം ഇത് സമ്മേളിക്കുകയാണ്. എല്ലാവരും കരുണയോടെ ഇരിക്കുക. നന്ദി. സൂപ്പർ ചേട്ടാ, സൂപ്പർ. അടുത്ത ലാൽ സാറിന്റെ ശബ്ദം, കല്യാണരാമൻ എന്ന ചിത്രത്തിലെ. അമ്മയുടെ തറവാട്ടിക്ക് സമ്മതത്തിലേക്കുള്ള യോഗ്യത ഇല്ലെന്നറിയാം. നിങ്ങളുടെ മനസ്സ് കണ്ടപ്പോ, നിങ്ങളുടെ വിഷമം കണ്ടപ്പോ സഹിക്കാൻ പറ്റുന്നുണ്ട്. തമ്പി സാർ സമ്മളിക്കൊന്ന് മൂളിയാതി. ഞാടി എത്ര വലിയ ഡോക്ടറാണെങ്കിലും ഞാൻ പറഞ്ഞ അവൻ കേൾക്കും. സാറിന്റെ മോളുടെ കല്യാണം നിശ്ചയിച്ച മോള് തന്നെ നടക്കുകയും ചെയ്യും. ഇനി ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. മീനാക്ഷി, നീ ഒടുക്കത്തെ ക്ലോബറടി. ക്യാപ്റ്റൻ രാജ് സാറിന്റെ പഴയ ഉദയപുരം സുൽത്താൻ എന്ന ചിത്രത്തിലെ ഒരു വോയിസ്. കേട്ടില്ലേ അവൻ പറഞ്ഞത്? സ്നേഹത്തിന്റെ വില എന്തെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ല. എടി കൊച്ചേ, ദിവസവും ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോ ഒന്നുകൂടി അപേക്ഷിക്ക്, അടുത്ത ജന്മത്തിലെങ്കിലും മക്കളുടെ മനസ്സറിയുന്ന തന്തയ്ക്ക് പിറക്കാൻ. വിവാഹത്തിന് തടസ്സമായിട്ട് ഞങ്ങൾ ഈ ഔട്ട് ഹൗസിൽ ഉണ്ടാവില്ല. നാളെ മുഹൂർത്തത്തിന് മുമ്പേ ഞങ്ങൾ ഇവിടെ നിന്ന് പോകാം. കല്യാണം മംഗളമായി നടക്കട്ടെ. അടിപൊളി, സൂപ്പർ. ഒരു ഫീമെയിൽ ഞാൻ ജസ്റ്റ് ട്രൈ ആണ്. ഒരു നല്ല സപ്പോർട്ട് സേതുലക്ഷ്മി അമ്മയുടെ ശബ്ദം ജസ്റ്റ് ഒരു ട്രൈ ആണ്. എന്നെ കാണാൻ വേണ്ടി വന്നതാണോ മോള്? എന്നെ കൊണ്ട് ഒരു പ്രയോജനമില്ലാത്ത ഒരാള് എന്നെ കാണാൻ വരുന്നത് ആദ്യമായിട്ടാ. പിന്നെ പറയാനാണേലും പെൻഷന്റെ പാതി വാങ്ങാൻ വരുന്ന മരുമോളേ ഉള്ളു കേട്ടാ. എല്ലാ ദിവസവും തമ്മി കാണുമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പേര് പോലും ചോദിച്ചിട്ടില്ല. ഒരു ദിവസം കണ്ടില്ലെങ്കിൽ കണ്ടില്ല. എന്നിട്ടും മോളെനിക്ക് വേണ്ടി മാത്രം മാറ്റി വെച്ച സമയമുണ്ടല്ല, അതെൻ്റെ ജീവനുള്ളിടത്തോളം കാലം എനിക്ക് ഓർത്തിരിക്കാനുള്ളതാ മക്കളെ. താങ്ക് യു. അവസാനമായിട്ടെ നമ്മുടെ അസീസൊക്കെ അവിടെ ഉണ്ട്. അപ്പൊ ജയ് ഹേല കുടശനാട് അത് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ. അസീസൊക്കെ ഉണ്ട്. നീ ഇത് കേക്കണം കേട്ടോ. അടിയൊന്നുമില്ല. ചവിട്ടെന്ന് പറഞ്ഞ എൻ്റെ ദൈവമേ, ഒരു മനുഷ്യൻ ഇങ്ങനെ എടുത്തിട്ട് ചവിട്ടാമോ? അത് ചവിട്ടുകൊണ്ട് ചെറുക്കാൻ വീണതേ ഈതയുടെ പറമ്പില്ല. അവിടെ നിന്നാ പറക്കി എടുത്തോണ്ടോന്ന്. ഈ ചെറുക്കൻ കിഴങ്ങനായി പോയണ്ടല്ലേ അവിടെ തട്ടുന്നത്. വേറെ വല്ലയിടത്തോണെങ്കിൽ നടക്കൂ. അനി പറ. താങ്ക് യു. അടിപൊളി, സൂപ്പർ.